അപ്പോൾ നമുക്കിന്ന് ഇഞ്ചി അച്ചാറാണ് കേട്ടോ. ഇഞ്ചി കറി എന്നും പറയും, ഇഞ്ചി കറിയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇഞ്ചി കറി എന്ന് പറയും. ഇഞ്ചി അച്ചാറല്ല, ഇഞ്ചി കറി കേട്ടോ. അപ്പോൾ അത് അതിനൊരു 100 ഇഞ്ചി അത്രേ ഉള്ളൂ. ഇഞ്ചി, പിന്നെ അത് ഒരു തണ്ട് വേപ്പില, ഒരു ചീര, പിന്നെ 2 ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് പുളി. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഇത് വെക്കാൻ പോകണം. പിന്നെ ഇതിൽ ബാക്കിയുള്ള ചേരുവകളൊക്കെ എടുക്കണം. വേറെ സവാള വാറ്റുള്ളൊന്നും ഞാൻ കൂട്ടണില്ല കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ കറി ഉണ്ടാക്കണം, ഇഞ്ചിക്കറി. അപ്പോൾ നമുക്കിതൊന്ന് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഞ്ചിക്കറി വെക്കാം കേട്ടോ. അതെ, ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു 2 മണി ഉരുവാട്ട, 2 മണി മതി. ഇതിലേക്ക് കുറച്ച് കടുക്, കടുക് നല്ലോണം പൊട്ടണം കേട്ടോ. ഒരെണ്ണം പോലും പൊട്ടാതെ വെക്കരുത്. കടുക് പൊട്ടി നമുക്ക് ഇട്ടിടാം. അല്ല, വേപ്പിലിടാം. ഉലുവയിട്ട് കടുകിട്ട് ഇപ്പോൾ വേപ്പിലിടാം കേട്ടോ. അതിലേക്ക് നമുക്ക് ഉള്ളിയും, ഒരു 4 ഉള്ളിയും, 4 ഉള്ളി കേട്ടോ, ചെറിയ ഉള്ളി, 2 പച്ചമുളക്, ഇതിലേക്ക് ഒരു ഉള്ളിപ്പൊടി കേട്ടോ. അധികം വഴഞ്ഞിട്ട് പോണ്ട, ആ പച്ച മണം വിട്ടാൽ മതി. ഉള്ളി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഇടാം. മുളക് പൊടി ഒരു 1/4 ടീസ്പൂണ്, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, ഒരു പൊടിക്ക് കുരുമുളക് പൊടി ചേർത്തിട്ട് ഒരു പൊടിക്ക്. കുരുമുളക് പൊടിയൊക്കെ തൊണ്ടക്ക് നല്ലതാണല്ലോ. ഇതിൻ്റെ ഒപ്പം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, നമുക്ക് ഇഞ്ചി ഇട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് പുളി ഒഴിക്കരുത് കേട്ടോ. പുളി ഒഴിക്കരുത്, കുറച്ച് വെള്ളം. ഒരു 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. പുളി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇഞ്ചി വേവില്ല കേട്ടോ. അപ്പം അത് കാരണമാണ് ഞാൻ വെള്ളം ഒഴിക്കണത്. ഞങ്ങൾ പെരുന്നാളിനൊക്കെ വെക്കണ കറിയാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊന്ന് 1 മിനിറ്റ് മതി, ഒന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ ഇഞ്ചി 1 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇഞ്ചി വെന്തിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ ഇഞ്ചി വെന്തിട്ടുണ്ട്. ഒരു പകുതി
ഫുള്ളായിട്ടും വേണ്ട, ഒരു മുക്കാൽ ഭാഗമായിട്ട് ഇഞ്ചി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നെല്ലിക്കോളം വലുപ്പത്തിൽ ഉണ്ടപ്പുളി, അത് വെള്ളത്തിലിട്ട് പിഴിഞ്ഞതാണ് ഇത് കേട്ടോ. ആ വെള്ളം ഒഴിക്കാം നമുക്ക്. അതാണ് ആദ്യം വെള്ളം ഒഴിച്ച് വേവിച്ചെന്താന്നാ, പുളി ഒഴിച്ച് കഴിയുമ്പോൾ പുളിവെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അത് വേവില്ല. ഒരു കൈ കൊണ്ട് എടുക്കണമായിരുന്നു കേട്ടോ, ക്ഷമിക്കണേ. അന്നേരം നിങ്ങൾ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം കേട്ടോ. അതെ, ഇപ്പോൾ ഇതാണ് വെള്ളം. ഇതിൽ കിടന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഈ പുളി ഇതും കൂടെ ഒന്ന് കുറുകട്ടെ കേട്ടോ. അപ്പോൾ എനിക്കൊരു സാധനം കൂടി ഞാൻ ഇടുന്നുണ്ട്, പുളി ബാലൻസ് ചെയ്യാനും കയ്പ്പ് ബാലൻസ് ചെയ്യാനും കൂടിയാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അത് പുളിയും ഇതും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമുക്ക് കുപ്പിയിലൊന്നും ആക്കി വെക്കണ്ട, ഇതിങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് എല്ലാ ദിവസവും ഒന്ന് തീ തീയുള്ളവർക്ക് കാണല്ലോ, അല്ലെങ്കിൽ ഗ്യാസ് എത്തിക്കുമ്പോൾ ഒരു ചെറിയ തീയിലല്ലേ രാവിലെ ഒന്ന് പതുക്കെ ഒന്ന് ചൂടാക്കി, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് പതുക്കെ ഒന്ന് ചൂടാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ചൂടാക്കി വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു ദിവസം എങ്ങനെ ആയാലും കുറേശ്ശെ കൂട്ടാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, നമുക്കിതൊന്ന് ആവട്ടെ, വെള്ളം ഒന്ന് ഇത്തിരി വറ്റിയിട്ട് നോക്കാം. നമ്മളെ ഇഞ്ചിക്കറി നോക്കാം. 5 മിനിറ്റ് ആയിട്ടാ. ഉണ്ടാ 5 മിനിറ്റായി. കുറച്ച് പുളിയിട്ട് നെല്ലിക്ക വലിപ്പത്തിലാണ് കേട്ടോ. 100 ഇല്ല ഇഞ്ചി, അത്രയോ ഇല്ല. അപ്പോൾ ഇതിനിപ്പോൾ ഞാനിതല്ല, ഈ വെള്ളമുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചേക്കണം എന്താണെന്ന് അറിയാം. ഇപ്പോൾ തിളച്ച് എല്ലാം വെന്തിട്ടുണ്ട്. പുളി ഇതാണ് ഇഞ്ചിക്കറി, നമ്മളുടെ ഇഞ്ചിക്കറിയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാൻ പോണെയാണ്. ഇപ്പോൾ ചട്ടിയല്ലേ, ഇതിലിരുന്ന് കുറച്ചും കൂടി വെള്ളം പറ്റും. അത് അല്ല, ഒരുപാട് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് കട്ട പോലെയാവും, പിന്നെ വെള്ളം ഒഴിക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഇതിൽ തന്നെ ഇരുന്നിട്ട് നല്ലോണം പറ്റും. അപ്പോൾ ഇഞ്ചിക്കറി തയ്യാറ്. എല്ലാവരും ഒന്ന് നോക്കണം. അറിവില്ലാത്തവർക്കാണ് ഞാൻ ഇറങ്ങി ചെറിയ കുഞ്ഞിക്കറികൾ അറിവില്ലാത്തവർക്ക് ഇത് കണ്ടിട്ട് നോക്കി ഇതേപോലെയൊക്കെ ഒന്ന് വെക്കണം കേട്ടാ. ഓക്കെ, ബൈ. നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് മല്ലിച്ചീര ഇടാം കേട്ടോ. തീ ഓഫ് ചെയ്തേക്കണേണ്. കുറച്ച് മല്ലിച്ചീര ഇടാം. നമ്മൾ ചട്ടിയിലിരുന്ന് പറ്റും കേട്ടോ. എന്നാൽ മല്ലിച്ചീര ഇടാൻ മറന്നുപോയതാണ്, ലാസ്റ്റ് ഒന്നുമല്ല, അതാണ് കേട്ടത്. ഓക്കെ, ബൈ.